നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. PSC പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മൾ കണക്ക് ഉൾപ്പെടുത്തുന്നില്ല. ബാക്കി ഓരോ ക്വസ്റ്റ്യൻസും വിശദമായി മനസ്സിലാക്കാം. ആദ്യമായി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് നദിയുടെ തീരത്താണ് റോമാ നഗരം സ്ഥിതി ചെയ്യുന്നത്? തന്നിരിക്കുന്ന ഓപ്ഷൻ ഡ്യാന്യൂബ്, വോൾഗ, ടൈബർ, ടൈഗ്രിസ്. ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ടൈബറാണ്. ടൈബറാണ് ശരിയായ ഉത്തരം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പട്ടണം ഉത്ഖനനം നടത്തുന്ന ജില്ല? എറണാകുളം, ഇടുക്കി, വയനാട്, മലപ്പുറം. പട്ടണം ഉത്ഖനനം നടത്തുന്ന ജില്ല. ഇതിലെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ എറണാകുളമാണ്. പട്ടണം ഉത്ഖനനം നടത്തുന്ന ജില്ല എറണാകുളമാണ് ശരിയായ ഉത്തരം. ഇനി അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. സിമ എന്നറിയപ്പെടുന്ന ഭൂമിയുടെ ഭാഗം ഏത്? തന്നിരിക്കുന്ന ഓപ്ഷൻസ് വൻകര, കടൽത്തറ, മാൻഡിൽ, കാമ്പ്. ഇത്രയുമാണ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. കടൽത്തറയാണ് ശരിയായ ഉത്തരം. സിമ എന്നറിയപ്പെടുന്ന ഭൂമിയുടെ ഭാഗം കടൽത്തറയാണ്. ഇനി അടുത്തത് നാലാമത്തെ ചോദ്യം. ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ? ഈ ചോദ്യം PSC ഒഴിവാക്കിയതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഏതിനു പകരമുള്ള പുതിയ സംവിധാനമാണ് 2015 നിലവിൽ വന്ന നീതി ആയോഗ്? ആസൂത്രണ കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ. ഇതൊന്നുമല്ല. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആസൂത്രിത കമ്മീഷനാണ്. ഏതിനു പകരമുള്ള പുതിയ സംവിധാനമാണ് 2015 നിലവിൽ വന്ന നീതി ആയോഗ്? ആസൂത്രണ കമ്മീഷന് പകരമുള്ളത്. അടുത്തത് ആറാമത്തെ ചോദ്യം. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് ആര്? CP ഗോവിന്ദപിള്ള, K രാമകൃഷ്ണപിള്ള, വക്കം അബ്ദുൾ ഖാദർ മൗലവി, മുഹമ്മദ് അബ്ദുൾ റഹിമാൻ. ഇതിൽ ശരിയായ ഉത്തരം CP ഗോവിന്ദപിള്ളയാണ്. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് CP ഗോവിന്ദപിള്ളയാണ്. അടുത്തത് ഏഴാമത്തെ ചോദ്യം. ഡയറ്റ് ഏതു രാജ്യത്തിൻ്റെ പാർലമെൻറ്റാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻ തുർക്കി, ജപ്പാൻ, ചൈന, പോളണ്ട്. ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ജപ്പാനാണ്. ഡയറ്റ് ജപ്പാൻ്റെ പാർലമെൻറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 8. ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി? ഭാരതപ്പുഴ, മുതിരപ്പുഴ, പെരിയാർ, ചാലക്കുടി. ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് പെരിയാറിലാണ്. ഓപ്ഷൻ സി പെരിയാറാണ് ശരിയായ ഉത്തരം. 9. ഹാരഡ് ഡോമർ മോഡൽ അടിസ്ഥാനമായി സ്വീകരിച്ച പഞ്ചവത്സര പദ്ധതി? ഒന്നാം പഞ്ചവത്സര പദ്ധതി, 2, 5, 6. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ഒന്നാം പഞ്ചവത്സര പദ്ധതി. അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ? CV രാമൻ, രാജ രാമണ്ണ, APJ അബ്ദുൽ കലാം, ഹോമി J ബാബ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് രാജ രാമണ്ണ. രാജ രാമണ്ണയാണ് ശരിയായ ഉത്തരം. അടുത്തത് 11. 10 ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നു. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ. ക്ലോർ ആർക്കലി പ്രവർത്തനം താഴെ പറയുന്ന ഏത് രാസവസ്തുവിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാൽസ്യം കാർബണേറ്റ്, സോഡിയം കാർബണേറ്റ്, സോഡിയം ഹൈഡ്രോക്സൈഡ്,
കാൽസ്യം ഹൈഡ്രോക്സൈഡ്. സോഡിയം കാർബണേറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആങ്സ്ട്രീം മെഷർ എന്നത് താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദ്രാവകത്തിൻ്റെ അളവ്, കപ്പലിൻ്റെ വേഗത, കേബിളുകളുടെ നീളം, അന്തരീക്ഷ താപനില. ആങ്സ്ട്രീം മെഷർ എന്നത് താഴെ പറയുന്നവയിൽ അന്തരീക്ഷ താപനിലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. 13ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ പോസിറ്റീവ് ചാർജ് ഉള്ളത് ഏത്? താഴെ പറയുന്നവയിൽ പോസിറ്റീവ് ചാർജ് ഉള്ളത് ഏത്? ആൽഫ കണ്ണമാണ് ശരിയായ ഉത്തരം. 14ാമത്തെ ചോദ്യം നോക്കാം. പ്രകാശത്തിൻ്റെ വേഗത ആദ്യമായി അളന്നത്? ഐൻസ്റ്റീൻ, ന്യൂട്ടൺ, മാക്സ് പ്ലാങ്ക്, റോമർ. പ്രകാശത്തിൻ്റെ വേഗത ആദ്യമായി അളന്നത് മാക്സ് പ്ലാങ്ക് ആണ് ശരിയായ ഉത്തരം. ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ച ചോദ്യമാണ്, ഓർത്തു വെക്കുന്നത് നല്ലതാണ്. അടുത്തത് 15. നീലപ്രകാശവും പച്ചപ്രകാശവും കൂട്ടിച്ചേർന്നാൽ ഉണ്ടാകുന്ന നിറം ഏത്? നീലപ്രകാശവും പച്ചപ്രകാശവും കൂട്ടിച്ചേർന്നാൽ ഉണ്ടാകുന്ന നിറം. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. സയൻ. സയൻ എന്ന നിറമാണ് ഉണ്ടാകുന്നത്. 16. എക്സ്റേ പതിക്കാതിരിക്കുവാൻ ഉപയോഗിക്കുന്ന രക്ഷാകവചം ഏത് ലോഹം കൊണ്ടാണ് നിർമ്മിക്കുന്നത്? ലെഡ്, അലൂമിനിയം, ടിന്ന്, ഓക്സ്മിയം. ഇതാണ് തന്നിരിക്കുന്ന ഓപ്ഷൻ. ഇതിൽ ശരിയായ ഉത്തരം ലെഡാണ്. ലെഡാണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വാർട്സ് ക്രിസ്റ്റൽ രാസപരമായി ഏതു വസ്തുവാണ്? കാൽസ്യം ഓക്സൈഡ്, കോപ്പർ ഓക്സൈഡ്, അലൂമിനിയം ഓക്സൈഡ്, സിലിക്കൺ ഡയോക്സൈഡ്. ക്വാർട്സ് ക്രിസ്റ്റൽ രാസപരമായി ഏത് വസ്തുവാണ്? രാസപരമായി കാൽസ്യം ഓക്സൈഡാണ്. അടുത്ത ചോദ്യം നോക്കാം. മോണോസൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? മോണോസൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഇരുമ്പിൻ്റെ അയിരാണ് മോണോസൈറ്റ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഇതും പലതവണ ചോദിച്ച ചോദ്യമാണ്. അടുത്തത് 19. മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത്? സിട്രിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ്, ഓക്സാലിക് ആസിഡ്, അസറ്റിക് ആസിഡ്. മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡാണ്. ടാർട്ടാറിക് ആസിഡാണ് ശരിയായ ഉത്തരം. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എൻഡോസൾഫാൻ എന്ന കീടനാശിനി രാസികമായി ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓർഗാനോ ക്ലോറിൻ, ഇനാർഗോണിക് ക്ലോറിൻ, മെറ്റാലിക് ഓക്സൈഡ്, നോൺ മെറ്റാലിക് ഓക്സൈഡ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ഓർഗാനോ ക്ലോറിൻ. സെൻറ്റിഗ്രേഡും ഫാരൻഹീറ്റും ഒരേപോലെ ആകുന്ന താപനില? 40 ഡിഗ്രി സെൽഷ്യസ്, 100 ഡിഗ്രി സെൽഷ്യസ്, -100 ഡിഗ്രി സെൽഷ്യസ്, -40 ഡിഗ്രി സെൽഷ്യസ്. ശരിയായ ഉത്തരം -40 ഡിഗ്രി സെൽഷ്യസ് ആണ്. സെൻറ്റിഗ്രേഡും ഫാരൻഹീറ്റും ഒരേപോലെ ആകുന്ന താപനിലയാണ് -40 ഡിഗ്രി സെൽഷ്യസ്. അടുത്തത് 22ാമത്തെ ക്വസ്റ്റ്യൻ. കടൽ വെള്ളത്തിൻ്റെ pH മൂല്യം 7.4, 4.5, 8.5, 7. കടൽ വെള്ളത്തിൻ്റെ pH മൂല്യം 4.5 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ലോഹദ്യുതിയുടെ അലോഹം ബ്രോമിൻ, കാർബൺ, അയഡിൻ, ഫ്ലോറിൻ. ഇതിൽ ശരിയായ ഉത്തരം
ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി അയഡിനാണ് ശരിയായ ഉത്തരം. ലോഹദ്യുതിയുടെ അലോഹം അയഡിനാണ്. അടുത്തത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലകം. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ മൂലകം തന്നിരിക്കുന്ന ഓപ്ഷൻ ടെക്നീഷ്യം, ടൈറ്റാനിയം, പ്ലൂട്ടോണിയം, സിറിയം. ശരിയായ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ ടെക്നീഷ്യമാണ്. ടെക്നീഷ്യമാണ് ശരിയായ ഉത്തരം. ബാക്കി നമുക്ക് നാളെ നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കൂ. എല്ലാവർക്കും ശുഭദിനം.